ശിവാനി ഉണ്ടാകണമെന്ന് കണ്ടിട്ട് ഇല്ലെന്നാ തോന്നുന്നു. എന്താ എന്ത് എന്താ എന്ത് എന്താ എന്തടാ എന്താ അല്ല 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 മാമൻ എന്താന്ന് പറഞ്ഞോണ്ട് ഞാൻ എന്താന്ന് ചോദിച്ചു. ഞാൻ എന്താന്ന് പറയാ, നീ എന്നെ എന്താന്ന് പറയൂടാ? ഇല്ല ഇല്ല പറയൂല പറയൂല. നീ നീ ജംഗ്ഷനിൽ കടയിട്ടേക്കുന്ന ഷിബു അല്ലടാ? ഓ മാമൻ അറിയാമോ? പിന്നെ എടാ നിന്നെ അവരെല്ലാം അലവലാതെ ഷിബു എന്ന് വിളിക്കുന്നത്. അല്ല അങ്ങനെ അലവലാതെ ഷിബു ഒന്നും വിളിക്കില്ല. ഷിബു റോക്സ്. നീയാണ് ഷിബു റോക്സ്. നീയാണ് ഇവിടെ ചുറ്റിപ്പറ്റി നടന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കണം അല്ലടാ? അല്ല ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കൂല. എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നാ ഞാനും വെറുതെ വിടൂല, അത്രേ ഉള്ളൂ. ആൺകുട്ടികളെ അങ്ങനെ വേണം കേട്ടാ. പിന്നെ നീ കടയിട്ടിരിക്കല്ലേ ഇവിടെ? ഓ കടയിൽ എങ്ങനെ പോണ്? കട ഗംഭീരമായിട്ട് പോകും. ബിസിനസ് ഒക്കെ ഉണ്ടാ? ബിസിനസ് ഒക്കെ ഉണ്ട്. പുതിയ സാധനമൊക്കെ വന്നാ? പുതിയ കിടിലൻ സാധനം വന്നു തന്നെ. മാമ അങ്ങോട്ട് വരാം. കച്ചവടം ഉണ്ടല്ലേ? പിന്നെ കച്ചവടം ഉണ്ട്. പിന്നെ വേറെ കാര്യം ഞാൻ പറയാം. ഇവിടെ ഉള്ളവന്മാർ സ്വഭാവം വെച്ച് പറയണം, നിനക്ക് അറിഞ്ഞൂടാ. കടം കൊടുക്കല് ജീവിതകാലം പിന്നെ തിരിച്ചു വിടില്ല. പറഞ്ഞു മനസ്സിലായില്ല? മനസ്സിലായി. ഞാൻ വരാം. ചെല്ലേ. മാമന് ഫോൺ വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരാം. തന്നെ ഒരെണ്ണം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു, മാറ്റണമെന്ന് കുറെ ദിവസം കൊണ്ട് വിചാരിക്കുന്നു. മാറ്റിക്കളാ കിടിലൻ ഫോൺ ഞാൻ തരാം. അത് ഇൻഷൽ എത്ര? ഇൻഷല് മാമനായോണ്ട് ഞാൻ കണ്ടറിഞ്ഞ സാധനം തരാം. അപ്പൊ സീറോ ബാലൻസ്. മാസം വല്ല അടച്ചാൽ നിന്നെ വിളിച്ചേ. കളിക്കല്ലേ കാശു? അങ്കിളെ അങ്ങനെ വിളിക്കൂ. നീ എന്താ ഇവിടെ? ഞാൻ വെറുതെ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയത്. പൊതുവഴിയല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞു. അല്ലെന്ന് ഞാനും പറഞ്ഞല്ലോ. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ ഒന്നെങ്കിൽ നീ ഇവിടെ എന്തിനാ വന്നേന്ന് പറയണം, അല്ലെങ്കിൽ നിനക്ക് എന്നോട് പറയാൻ സൗകര്യം ഇല്ലെന്ന് പറയണം. രണ്ടിന്റെ ഇടക്കെട്ട് നീ പറയില്ലേ? സൗകര്യമില്ല. അങ്കിൾ എന്തിനാ വന്നേ? അങ്കിള് ഞാൻ ഇങ്ങോട്ട് വന്നു. എന്നാ പോ. വീട്ടിലോട്ട് വന്നയാണെങ്കിൽ അങ്ങോട്ട് വന്നൂടെ? എന്തിനാ ഇവിടെ നിക്കണേ? നിനക്കെന്താ ഭൂതളവിയാടാ? മാമനെ ഡേന്ന് അതിനെ തന്നെ എന്നെയാണ് കിടക്കാ പോടെ. കണ്ട മാമ പറഞ്ഞാലും പോണാലും എന്റെ തലയിൽ കയറി നിൽക്കുന്നു. അങ്ങനെ അതാണ് സ്വഭാവം. സ്വഭാവമൊക്കെ എനിക്കറിയാം. എടാ പിന്നെ ഒരു കാര്യം അറിയാമോ? ഞാൻ നേരത്തെ ഇങ്ങോട്ട് പോണുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവായിരുന്നു. അപ്പൊ ഞാൻ തന്നെ വിളിച്ചിട്ട് സംസാരിച്ചേ. നമ്മളെ പയ്യനല്ലേ പോട്ടടേ. ഇവിടെ ഞാൻ വരാം, കടയിലോട്ട് വരാം കേട്ടാ. പോട്ടാ പിന്നെ പോവാതെ. എന്താടാ? ഒന്നുമില്ല, മാമനെ കണ്ടിട്ട് സന്തോഷം. ഈ ചെറുക്കന് വയ്യല്ലേ? കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അയ്യോ ഇതൊരു ചുടപ്പോ. സിദ്ധു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നീ അങ്ങോട്ട് വീട്ടിലോട്ട് പറഞ്ഞടേ. ആരുമില്ല, പാവപ്പെട്ടവനാണ്, ഒറ്റയ്ക്കാണ്, അറിയാല്ല തന്നെ. അളിയാൻ പാവപ്പെട്ടവനെ കണ്ടിട്ടില്ലെങ്കിൽ ദോ കണ്ടോ, വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ, ഗൾഫിൽ പോകുമ്പോ അവരെയൊക്കെ കാണിക്കാം. അല്ല പിന്നെ വലിയ പാവപ്പെട്ടവൻ വന്നേക്കണ്. പൊന്നളിയാ, അളയൻ അറിയാത്തോണ്ടാണ്. മാസേ സിംഗപ്പൂരിൽ നിന്ന് വരും ഡോളർ. ആ ഡോളർ കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ മണി ആക്കിയിട്ട് കട്ടിന്റെ അടി ഒളിപ്പിച്ചു വെക്കും, മെത്തനടിയില്. നീ വീട്ടിൽ വന്ന് മെത്ത നോക്കി നോക്കിയാടാ എപ്പോഴെങ്കിലും? അവിടെ ഒന്നുമില്ല, നീ പൊക്കി നോക്കിയാ ചോദിച്ചത്. പിന്നെ സിദ്ധു ഉള്ളത് പറയല്ലേ, പറഞ്ഞാൽ ദാരിദ്ര്യം പറയാന്ന് വിചാരിക്കും. ഉച്ചയ്ക്ക് ഉണ്ടതേ മുളകും പുളിയും കൂടെ വെച്ച് പിടുങ്ങി എല്ലാം കൂടെ എടുത്തു വെച്ചാണ് കഴിച്ചത്. സത്യം പറയാൻ ദാരിദ്ര്യം മക്കളെ. മാമിയല്ലേ? മാമിയായി എന്റെ പൊന്നെ മാമി. മാമി കിടക്കണം. എന്തോ കിടക്കണത് ഇവിടെ? എന്താ കിടക്കണത്? പയറ് പോലെ ഓടി നടന്നല്ലേ മാമിയായി? ഇവിടെ മാമി കിടപ്പില്ല വിവരം നീ എന്താ പറയാത്തത് കേശു? നീ എന്നെ അങ്ങനെ കിടത്താൻ നോക്കല്ലേ. നീ അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഇറങ്ങി. അയ്യോ ഞാൻ അങ്ങോട്ട് വരാം, നീ സമാധാനത്തോടെ. ഇങ്ങനെ ഓടി നടന്നവര് അതൊക്കെ വരും മാമി, അതൊക്കെ വരും. ഇതെന്തരാണ്? നീ ഒന്നും അടങ്ങിയതില്ലടാ. ഡേ സിദ്ധു, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് വിചാരിക്കുകയാണ്. നീ അങ്ങ് വീട്ടിലൊന്നും പോവില്ലടേ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത്? ഉള്ള ഒരു കാര്യം ഞാൻ പറയാം, തമാശയ്ക്ക് പറഞ്ഞാണ്. എടേ ഭാര്യാഗൃഹ പരമസുഖം, 10 ദിവസം കഴിഞ്ഞാൽ പട്ടിക്ക് തുല്യം.
ഇതൊക്കെ അറിയാവുന്ന അങ്കളാണ്. സ്വന്തം ഭാര്യ വീട്ടിൽ പോയി പെറ്റ് കിടക്കണം അല്ലേ? എടാ പോടാ, എന്നെ അവിടെ എല്ലാവർക്കും വലിയ കാര്യമാണ്. അതെന്നാ ഭയങ്കര വലിയ കാര്യമാണ്. ഇടയ്ക്ക് നമ്മുടെ പുഷ്പലത ആന്റിയുടെ അമ്മ പറഞ്ഞേ, ഇനി മേല നീ ഇങ്ങോട്ട് കയറി പോലും. പോടാ, അമ്മായി തമാശ പറയണത്. അവര് ഞാൻ പറഞ്ഞാ ചാവും. മാമി എന്തായാലും വല്ലാണ്ട് ക്ഷീണിച്ചു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഓ, ഇവിടെ പിള്ളേരും ഒക്കെ ആയിട്ട് കളിയും ചിരിയും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടെങ്കിലുവേ പടവലത്തെ കാര്യം ആലോചിക്കുമ്പോൾ വലിയ വിഷമമാണ്. ഓ, അവിടെയൊക്കെ കാടും പടലവും പിടിച്ച് ഇരുട്ടുകാരും കിടക്കുമായിരിക്കും. ഒരു കാലഘട്ടത്തിൽ എന്ത് സന്തോഷമായിട്ട് ജീവിച്ച കുടുംബമാണ് ദൈവമേ. ആ മാമി, അവിടെ ചോർച്ചയുണ്ട്. മിക്കവാറും വീട് ഇടിഞ്ഞ് പൊളിഞ്ഞ് തവിട് പൊടിയാവും. കേശു, മക്കളെ ഇടയ്ക്ക് നിങ്ങളാരും കൂടെ അങ്ങോട്ട് പോണേടാ. പോയിരിക്കല്ലേ. എത്ര തലമുറ ജീവിച്ച് നശിച്ച വീടാണെന്ന് അറിയാമോ? അല്ല, എത്ര പേര് ജീവിച്ചതാണ് ഇവിടെ. ചെവി കേൾക്കൂലായിരിക്കും അല്ലേ? അയ്യോ ലച്ചു, ഇതാര്? കുഴിപ്പള്ളത്തെ രാജ്ഞി. മക്കൾക്ക് നമ്മളെ കണ്ട അറിയാമോ? മക്കളെ പാവങ്ങളാണ്, കണ്ട അറിയാമോ? അപ്പൊ മനഃപൂർവ്വമാണ് എന്നെ മൈൻഡ് ചെയ്യാതിരുന്നത്. നീ എന്താ ചെയ്യുന്ന? ഭർത്താവ് പെട്ടിയിൽ പൈസ കൊണ്ടെങ്കിൽ വന്നപ്പോഴത്തേക്ക് നമ്മളെയൊക്കെ മറന്നു. നമ്മളെ കണ്ടാൽ കണ്ണിന് പിടിക്കുന്നില്ല അല്ലേ ലച്ചു? ലച്ചു, ഒരു കാര്യം നീ ഓർമ്മിച്ചോണം. നിന്റെ കല്യാണത്തിനെ ഓടി നടന്ന് എന്റെ കണ്ണുമുമ്പിൽ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. മരണ ഓട്ടോ ആയിരുന്നു ഞാനൊക്കെ, അറിയാമോ? പുഷ്പലത കൂപ്പിടുറാங்களா? കൂപ്പിടാറ്. കൂപ്പിട്ടിട്ട് അപ്പായിട്ട് തെറി വിളിച്ചോണ്ടിരിക്കും. അതുപോലല്ലേ ഭാസ്യങ്ങൾ പെരുമാറുന്നത്. ഇതാരത്? പാറുവാ? ഞാൻ വിചാരിച്ചു വേറെ ഏതാ വലിയ സ്ത്രീ. അങ്ങോട്ട് താന്നില്ല അവിടെ. എന്തോ അങ്കിളെ, വന്ന് കയറിയ ശേഷം മൊത്തം നെഗറ്റീവ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അതല്ലേ ഞാനും ആലോചിക്കുന്നു. ഇവിടെ കയറി ഭയങ്കര നെഗറ്റീവ് കേട്ടാ. അതങ്ങനെ മോനെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ചൊറിഞ്ഞിട്ടേ അങ്ങ് പോവും. അതൊരു ശീലമായി പോയി. തമാശക്ക്. പിന്നെ മാമി, ഞാൻ വേറെ കാര്യം പറയാം. മാമി വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചോ ഏട്ടറാശേ? ഓ, ഇനിയിപ്പൊ എന്തുവാ, എന്റെ ഉയരങ്ങ് എടുത്താൽ മതിയായിരുന്നു. അമ്മൂമ്മ ആരൊക്കെ ഉണ്ടായാലും ആരും ഇല്ലാത്തതുപോലെ ഒരൊറ്റപ്പെടല്. ഞാൻ ഒരു കാര്യം പറയാം. മാമനൊരു ശല്യമായിരുന്നെങ്കിലും മാമിയെ കൈവെള്ളം കൊണ്ടു നടക്കുമ്പോഴാണ് നടന്നത്. വലിയ മനുഷ്യനായിരുന്നു മാമൻ. അദ്ദേഹം ഉണ്ടായിരുന്നപ്പം ജീവിതത്തിൽ ഒരു ദുഃഖവും എനിക്ക് അറിയേണ്ടി വന്നിട്ടില്ല. നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഒരു കാര്യം പറയാം. മാമിക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യണുണ്ട്. അങ്ങനത്തെ ഇതൊന്നുമില്ല. അമ്മൂമ്മയുടെ ഇന്നത്തെ മൂഡ് ശരിയല്ല, അതുകൊണ്ടാ. എന്റെ മൂടിന് എന്തോ കുഴപ്പം? നീ നിന്റെ ജോലി നോക്കി ഇരുന്നേ. ഓക്കെ, ഞാനൊന്ന് കിടക്കട്ടെ. എനിക്കൊരു വല്ലാത്ത ക്ഷീണം. വെച്ചു പടവലത്ത് നിറഞ്ഞു നിന്ന സ്ത്രീയാണ്. പാറവിടെ വന്നത് ചുരുണ്ട് പണി കിടക്കണ. കേശവേ, ശ്രദ്ധിക്കണടാ. എന്നെ വിളിക്കുന്നേ. പിന്നെ എല്ലാരും ഒന്ന് വിളിച്ചറിയിച്ചേ. എടാ, ചുമ്മാ വിളിച്ച് പറയാം മാമിക്ക് വയ്യൊന്ന്. പോണോ? ഓ, അമ്മൂമ്മ, ശരിക്കും അമ്മൂമ്മക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്കെന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഇപ്പൊ ശരി. അടുത്ത് കിടക്കാനും സമ്മതിക്കത്തില്ല. എന്താണ് വിളിയാട്ട് വിളിക്കണേ. ഇതങ്ങനെ കാര്യമാക്കണ്ട.